MA ഹിസ്റ്ററി സബ്ജക്റ്റിൻ്റെ തേർഡ് സെമ്മിൻ്റെ പാർട്ടായ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ടെക്സ്റ്റിലെ 1.4 ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ വർഗീകരണം. മനുഷ്യാവകാശങ്ങൾ എന്ന ആശയം കാലക്രമേണ വികസിക്കുകയും വിവിധ അവകാശങ്ങൾ ഉൾക്കൊള്ളാൻ വിപുലീകരിക്കുകയും ചെയ്തു. ഈ പരിണാമം പലപ്പോഴും മനുഷ്യാവകാശത്തിൻ്റെ വികസനത്തിൻ്റെ 3 തലമുറകളായി തരംതിരിക്കപ്പെടുന്നു. ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, തേർഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 1-ാം തലമുറ മനുഷ്യാവകാശങ്ങൾ, 2-ാം തലമുറ മനുഷ്യാവകാശങ്ങൾ, 3-ാം തലമുറ മനുഷ്യാവകാശങ്ങൾ. പല എഴുത്തുകാരും ഈ തലമുറകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് മനുഷ്യാവകാശങ്ങളുടെ ഉത്ഭവം മുതലുള്ള പുരോഗതിയെ പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യാവകാശങ്ങളുടെ വർഗീകരണം ഓരോ സ്റ്റേജായിട്ട്: ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, തേർഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 4.1 ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളുടെ ആദ്യ തലമുറ. 17-18 നൂറ്റാണ്ടുകളിലാണ് മനുഷ്യാവകാശങ്ങളുടെ ആദ്യ തലമുറ ഉയർന്നു വന്നത്. പ്രാഥമികമായി രാഷ്ട്രീയപരമായ കാര്യങ്ങളിലാണ് ഇവ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭരണകൂടത്തിൻ്റെ അധികാരം പരിമിതപ്പെടുത്താനും നയരൂപീകരണത്തിൽ വ്യക്തികൾക്ക് സ്വാധീനമുറപ്പിക്കുവാനും ഈ അവകാശങ്ങൾ ലക്ഷ്യമിട്ടു. വ്യക്തി സ്വാതന്ത്ര്യം, ഭരണകൂടത്തിൻ്റെ ലംഘനങ്ങൾക്കെതിരായ സംരക്ഷണം എന്നീ 2 കേന്ദ്ര ആശയങ്ങളാണ് ഈ വികാസത്തിന് കാരണമായത്. ഫസ്റ്റ് വൺ, സിവിൽ റൈറ്റ്സ്. സിവിൽ അവകാശങ്ങൾ ശാരീരികവും ധാർമ്മികവുമായ സമഗ്രതയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഉറപ്പുകൾ സിവിൽ അവകാശങ്ങൾ നൽകുന്നു. സമത്വവും സ്വാതന്ത്ര്യവും, മതത്തിൻ്റെ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം, പീഡനത്തിനും കൊലപാതകത്തിനും എതിരായ സംരക്ഷണം. ഈ അവകാശങ്ങൾ വ്യക്തികളുടെ മനസാക്ഷിയെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നു. സെക്കൻഡ്, ലീഗൽ റൈറ്റ്സ്. നിയമപരമായ അവകാശങ്ങൾ. സിവിൽ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന നിയമപരമായ അവകാശങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ നടപടിക്രമപരമായ സംരക്ഷണം നൽകുന്നു അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നു. ആർബിറ്ററി, അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായി സംരക്ഷണം നൽകുന്നു. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി കണക്കാക്കാനുള്ള അവകാശം, അപ്പീൽ ചെയ്യാനുള്ള അവകാശം. തേർഡ് വൺ, പൊളിറ്റിക്കൽ റൈറ്റ്സ്. രാഷ്ട്രീയ അവകാശങ്ങൾ. സമൂഹത്തിലും സമുദായത്തിലും പങ്കെടുക്കുവാൻ രാഷ്ട്രീയ അവകാശങ്ങൾ സഹായിക്കുന്നു. വോട്ട് ചെയ്യുവാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഒരുമിച്ച് കൂടുവാനും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.